ഹലോ, ഇന്ന് നമുക്കൊരു അവോക്കാഡോ ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഷേക്ക് ഉണ്ടാക്കുന്നത് ഞാനും എൻ്റെ നാത്തൂനും കൂടിയിട്ടാണ് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടോ ഈ ആദ്യം തന്നെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അവോക്കാഡോനെ ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. നല്ല രസമാണ് കേട്ടോ അവോക്കാഡോ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു സ്പൂണ് കൊണ്ട് അവോക്കാഡോ ഇങ്ങനെ കോരിയെടുക്കുക. എന്താ പറയുക, നല്ല ഇങ്ങനെ നമ്മൾ വെണ്ണ കോരിയെടുക്കില്ലേ, അതുപോലെയാണ് കേട്ടോ. നല്ല രസമാണ് ആ ഒരു കാര്യം ചെയ്യാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ 2 ഉണ്ടായി, ഒരെണ്ണം നാത്തൂനും ഒരെണ്ണം ഞാനും അങ്ങനെ ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മുടെ കട്ടയായിരിക്കുന്ന പാല് ജസ്റ്റ് ചെറുതായി ഉടച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സ്പൂൺ കൊണ്ടും നാത്തൂനൊന്ന് ഒന്നുകൂടി ഉടച്ചെടുക്കുന്നുണ്ട്. ബൂസ്റ്റ് ഇടുന്നുണ്ട്, പിന്നെ നമ്മുടെ പഴം ഇടുന്നുണ്ട്. പഴം മറ്റേ ഈ പൂവൻ പഴമില്ലേ, മറ്റേ വലിയ പഴമല്ലാതെ പൂവൻ പഴം ചെറുതില്ലേ, അതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് നാത്തൂനാണ് കേട്ടോ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പിടിക്കുമ്പോൾ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ എന്നെ കളിയാക്കുകയാണ്, ക്യാമറയിലേക്ക് നോക്കരുതെന്നൊക്കെ പറഞ്ഞ്. ഞാനും എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ തവണ അടിച്ചെടുത്തപ്പോൾ ഒരു കട്ട ഇത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കട്ട കിടക്കുന്നുണ്ടോ. അപ്പോൾ പിന്നെ ഞാനത് രണ്ടാമത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുകയാണേ. അങ്ങനെ നമ്മുടെ ഷേക്ക് നമ്മൾ നന്നായിട്ട് ആ കട്ടയൊക്കെ കട്ട പോകുന്നവരെ ഞങ്ങൾ അടിച്ചെടുത്തെങ്കിലും, പക്ഷേ ഒരു ഷേക്ക് ഇങ്ങനെ അടിച്ചെടുത്തപ്പോൾ അതിനകത്ത് പഴം അലിയാതെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചില ഭാഗങ്ങളിൽ. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം എടുത്തു കേട്ടോ. ഷേക്കിനകത്ത് കുറച്ച് ഐസ്ക്രീം മിക്സ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഇതൊക്കെ ഞങ്ങൾ ഓരോ പരീക്ഷണങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് പരീക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഈ പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ ഐസ്ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് നാത്തൂന് ഓരോ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്യുക. അപ്പോൾ അതിനിടയ്ക്ക് കട്ടയായിട്ട് വീഴുന്നത് പഴമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ ഞങ്ങൾ വീണ്ടും കുറച്ച് ഐസ്ക്രീം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ കപ്പലണ്ടിയും ബൂസ്റ്റും ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങളത് എന്താ പറയുക, ഇത്തിരി ഭംഗി കൂട്ടി ഞങ്ങൾ ഈ ഒരു ഷേക്കിനായിട്ടോ. ഭംഗി മാത്രമല്ല, ബൂസ്റ്റ് ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ അലങ്കാരപ്പണി, അതായത് പണ്ട് നമ്മുടെ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോയിലൊക്കെ പറയുന്ന പോലെ ഗാർണിഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ബൂസ്റ്റല്ലല്ലോ, നമ്മുടെ ഷേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. പക്ഷേ ലുക്കിൽ കാര്യമില്ല എന്ന് പറയുന്ന പോലെ നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ അവോക്കാഡോ എത്ര നന്നായിട്ട് പഴുക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ നമുക്കിങ്ങനെ അവോക്കാഡോ വെച്ചിട്ടുള്ള ഷേക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ. കാരണം പച്ചയായിട്ടുള്ള അവോക്കാഡോയൊക്കെയാണ് ഒരു ചവർപ്പ് പോലെ അല്ലെങ്കിൽ ഒരു കയ്പ്പ് പോലത്തെ ഒരു ടേസ്റ്റ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കുറേ പേര് ഇങ്ങനെ ഒരു കയ്പ്പ് വരുന്ന കാര്യമൊക്കെ ഞാൻ യൂട്യൂബിൽ ഇത് വാങ്ങുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഷേക്ക്. അപ്പോൾ ഷേക്ക് നമ്മൾ ആദ്യം തന്നെ സുട്ടുമോന് കൊടുത്താണ്ട് പരീക്ഷിക്കുന്നത്. അപ്പോൾ സുട്ടുമോൻ കുഴപ്പമില്ലാതെ കഴിച്ചു. അപ്പോൾ നമ്മുടെ ഷേക്കിൻ്റെ ആ ഒരു വിശേഷങ്ങൾ ഇതാണ് കേട്ടോ.